ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ GD എക്സാംസ് അല്ലേ, GD എക്സാംസ് നമുക്കിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, അടുത്തത് വരാറായി, റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് GD എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ് അല്ലേ, എല്ലാ സബ്ജക്റ്റിനും. അതായത് നിങ്ങൾക്ക് മാത്സിനുള്ള അതേ വെയിറ്റേജ് തന്നെയാണ് റീസണിങ്ങിനും, അതേ വെയിറ്റേജ് തന്നെയാണ് ഇംഗ്ലീഷിനും, അതേ വെയിറ്റേജ് തന്നെയാണ് GKയ്ക്കും ഒക്കെ വരുന്നത്. അപ്പോൾ സെയിം വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ GDയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ്, ഞങ്ങൾക്ക് മാർക്ക് എങ്ങനെയുണ്ട്, ഞങ്ങൾ ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാറായോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് വന്നതിന് ശേഷം ഇത് ഞാൻ ഫിസിക്കലിന് പോകണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ, ഓക്കെ എനിക്കൊരു നല്ല മാർക്കുണ്ട്, ഞാൻ ഫിസിക്കലിന് പോയി തുടങ്ങാം, അങ്ങനെ ഒരു ഉറപ്പോടുകൂടി നമ്മൾ ഫിസിക്കലിന് പോകാൻ തുടങ്ങുക എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ GK GS എങ്ങനെയാണ് പഠിക്കേണ്ടത്, GKയ്ക്ക് കീഴിൽ എന്തൊക്കെ വരുന്നു, അത് എങ്ങനെയൊക്കെ പഠിക്കണം, എത്ര സമയം നിങ്ങൾക്ക് ഒരു ദിവസം ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഏതൊക്കെ റിസോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ GK GS എന്ന് പറയുമ്പോൾ നമുക്കറിയാം SSC GD എന്ന് പറയുന്നത് 10th ക്വാളിഫിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതിൽ കൂടുതലായിട്ട് ഒരു +1 +2 ലെവലിലുള്ള ചില ക്വസ്റ്റ്യൻസ് ചില സമയത്ത് ചോദിച്ച് കാണാറുണ്ട് സയൻസിൽ നിന്നൊക്കെ. എന്നാലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നമുക്ക് എപ്പോഴും ഒരു 10ാം ക്ലാസ് 6 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക, പത്രം വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് GK പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ GKയ്ക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന രീതി. പക്ഷേ നമുക്കറിയാം ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. നമുക്ക് ഇനിയുള്ള നമ്മുടെ ഫ്രണ്ടിലുള്ള കുറച്ച് കാലം കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എത്രത്തോളം നന്നായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളത് കൺഫ്യൂഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് GK GSന് എന്ത് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്ക് അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് വേണം ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ GK GSൻ്റെ കാര്യം പറയുമ്പോൾ GK GSനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് 3 ഏരിയാസാണ്. ഒന്നാമത്തേത് നമ്മുടെ സബ്ജക്റ്റുകളാണ്. സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? സബ്ജക്റ്റുകൾക്കകത്ത് നമുക്ക് സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 കാര്യങ്ങൾ വരും. ഇത് കൂടാതെ നമുക്ക് വരുന്നതാണ് ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, എക്കണോമിക്സ് വരും, അതുപോലെ തന്നെ പൊളിറ്റി വരും. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ ഒരു ബേസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ഒരു ഏരിയകളിൽ നിന്ന് എല്ലാം വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, അതായത് ആ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ഈ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആൻസർ ചെയ്യും. അതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആൻസർ ചെയ്യുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കോമ്പറ്റീഷനകത്ത് പോലും വരില്ല അല്ലേ. ഇപ്പോൾ ഒരു 5 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അതിനകത്ത് സീരിയസ് ആയിട്ട് എക്സാം എഴുതി സീരിയസ് ആയിട്ട് ആ കോമ്പറ്റീഷനിലേക്ക് വരുന്ന, പഠിച്ച് എക്സാം എഴുതി ആ കോമ്പറ്റീഷൻ എന്നുള്ള ലെവലിലേക്ക് വരുന്നത് ചിലപ്പോൾ 1 ലക്ഷം ആൾക്കാരെ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മൾ ആ കോമ്പറ്റീഷനിൽ പോലും നമ്മൾ വരാതെ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുടെ ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ പ്രൈമറി ഫോക്കസ് ആയിട്ട് വെക്കണം. രണ്ടാമത്തേത് സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട, ഒരിക്കലും മാറാത്ത കാര്യങ്ങൾ. ഈ സബ്ജക്റ്റുകൾക്കകത്തു നിന്ന് തന്നെ നമുക്ക് കുറേ സ്റ്റാറ്റിക് GK കിട്ടും. അതായത് ഇപ്പോൾ വാർസ്, ഓരോ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിനും അതിൻ്റെ ഡിഫിഷ്യൻസി ഡിസീസുകളും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കുറേ സ്റ്റാറ്റിക്കിൽ വരുന്ന ഭാഗങ്ങളാണ്. അത് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കിട്ടും. ഇനി ഇതിൽ വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, അതായത് ഇപ്പോൾ നമ്മുടെ ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡാൻസസ്,
അതിൽ തന്നെ നമുക്ക് ക്ലാസിക്കൽ ഡാൻസസുകളുണ്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസുകളുണ്ട് അല്ലേ, ഫോക്ക് ഡാൻസുകളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ സ്റ്റാറ്റിക് ജി കെയുടെ അടിയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. വീഡിയോ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിന് കീഴിലും നിങ്ങൾ എന്തൊക്കെ, അതായത് ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ കീഴിൽ എന്തൊക്കെ പഠിക്കണം, സ്റ്റാറ്റിക്കിൻ്റെ കീഴിൽ എന്തൊക്കെ പഠിക്കണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ എന്നാലും സ്റ്റാറ്റിക്കിൻ്റെ കീഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. പിന്നെ നമുക്കുള്ള മൂന്നാമത്തെ ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുക, നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള സ്പോർട്സിലെ കാര്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവാർഡുകൾ ചോദിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം, റീസെൻ്റ് ആയിട്ട് അടങ്ങിയ സിനിമകളെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സിനിമകളാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരും. ഈ രീതിയിൽ നമുക്ക് ജനറൽ സയൻസിനെ മൂന്നായിട്ട് തിരിക്കാം. ഈ മൂന്നായിട്ട് ജനറൽ സയൻസ് തിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്നിൽ നിന്നും ഏകദേശം ഈക്വൽ വെയിറ്റേജിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. മൂന്നിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോൾ നിതിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്. ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാൻസുകൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് ക്ലാസിക്കൽ ഡാൻസുകൾ ഉണ്ടാവും, അത് നമ്മുടെ ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനത്തെ ക്ലാസിക്കൽ സ്റ്റേറ്റസ് ഉള്ള ഡാൻസുകളുണ്ട്. അതല്ലാതെ തന്നെ ഓരോ ഏരിയയിലും നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോ ഏരിയയിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരോ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന ചില ഡാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിതിൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പോർട്സ്, ആർട്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ, ഇതൊക്കെ അല്ലാതെ മറ്റെന്തൊക്കെയാണ് ചോദിക്കുകയെന്ന്. അതും നമുക്ക് വീഡിയോ പോകുന്ന സമയത്ത്, ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എക്സാമിന് നമുക്ക് വരുന്നത് 4 പാർട്ടുകളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എലമെൻ്ററി മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ 160 മാർക്കിനാണ് എക്സാം. ഈ 160 മാർക്കിൽ 40 മാർക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ജി കെയിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ജി കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ അത് പഠിക്കുക. ഇനി ആദ്യം നമ്മൾ പറഞ്ഞു സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ആയിട്ട് വെക്കേണ്ടത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓക്കെ, ഇവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ. ഇതിന് പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 6ാം ക്ലാസ് മുതലുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് തുടങ്ങാം. ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ക്ലാസ് അടിച്ചു കൊടുത്താൽ മതി. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് എക്കണോമിക്സ്, പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെയും ബേസ് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ബേസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസിനെ നിങ്ങൾക്ക് ആശ്രയിക്കാം. അതായത് നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ എക്കണോമിക്സ് ഇൻ 10 hours അല്ലെങ്കിൽ പൊളിറ്റി ഇൻ 5 hours എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓവറോൾ ഐഡിയ സബ്ജക്റ്റിനെ പറ്റി തരുന്ന വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനെയും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട്, പക്ഷേ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം ഉണ്ടായിരിക്കണം, GK പഠിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ലേണിംഗ് ഫേസിലാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക്
കൃത്യമായ ഒരു സ്ട്രാറ്റജി വേണം. ഓക്കെ, എൻ്റെ ഫ്രണ്ടിലുള്ള ഇത്ര സമയം ഒരു 6 മാസമാണെങ്കിൽ 6 മാസത്തിൽ 2 അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഞാൻ GKയുടെ ബേസിക് കവർ ചെയ്ത് തീർക്കും. ബാക്കി സമയം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിലേറ്റഡ് ഫാക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും എന്നുള്ളൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുക. എല്ലാ ആൾക്കാർക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ കാണും. അതായത് നിങ്ങളിപ്പോൾ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. ബാക്കി എക്കണോമിക്സ്, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഈ ആർട്സിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ മുകളിലുള്ള ഭാഗമായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നുള്ള വെയിറ്റേജ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ സയൻസ് പഠിച്ചതാ, എനിക്ക് പൊളിറ്റി ഒട്ടും അറിയത്തില്ല, അങ്ങനെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം പൊളിറ്റി പഠിച്ച ഒരാൾക്ക് സയൻസിലും അതുപോലെ എന്താണ് അറിവ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രിപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം തന്നെയാണ് പഠിച്ച് ഒരേ ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഒരിക്കലും അങ്ങനെയുള്ള ചിന്തകൾ കാരണം നിങ്ങൾ പഠിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോകാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ പഠിക്കുക, ഡെയിലി നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ പഠിക്കുക. നമ്മൾ മാത്സിനും നമ്മുടെ ഇംഗ്ലീഷിനും റീസണിങ്ങിനും ഒക്കെ സമയം കൊടുക്കുന്നത് പോലെ GKയ്ക്കും ഒരു സമയം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് വേണം നിങ്ങളുടെ മനസ്സിൽ വെക്കാനായിട്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകളെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് ഉപയോഗിക്കാം. യൂട്യൂബിൽ വരുന്ന വീഡിയോസിനെ അല്ലെങ്കിൽ ഗൂഗിള്, ChatGPT ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെക്ക് മനസ്സിൽ വെച്ചേക്കുക. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന എല്ലാം കറക്റ്റ് ആവണമെന്നുമില്ല അല്ലേ. ഇപ്പം ഞാനൊരു എഡ്യൂക്കേറ്ററാണ്, ചിലപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റാം. മനുഷ്യന്മാർക്ക് ഹ്യൂമൻ ഇററുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് നാക്ക് പിഴച്ചു പോകുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതോ കൊണ്ട് മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന കണ്ടൻറ്റുകളൊക്കെ പഠിക്കുമ്പോൾ അതിന് തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം തെറ്റ് പഠിച്ച് പോകുന്നത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. നമ്മൾ എക്സാമിന് നമ്മൾക്ക് നെഗറ്റീവ് മാർക്കൊക്കെ വരാനുള്ളൊരു സാധ്യത അവിടെ നിന്ന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റ് പഠിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഉറപ്പ് വരുത്തണം. പിന്നെ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ആശ്രയിക്കാൻ പറ്റിയ മറ്റൊരു ബുക്കാണ് ലൂസൻറ്റിൻ്റെ GK ബുക്ക്. SSCയുടെ എല്ലാ എക്സാമുകളും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ജനറലി പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുക്കാണ് ലൂസൻറ്റിൻ്റെ GK ബുക്ക് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഈ ബുക്കിനകത്ത്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചു തീർക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു 6 മാസത്തിനകത്ത് അടുത്ത് വരുന്ന എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ലൂസൻറ്റ് പഠിച്ചു തീർത്തിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇതിനകത്ത് തന്നെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നൊരു കാര്യമില്ല. GK പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട മറ്റൊരു കാര്യമാണ് ഫോക്കസ് ഏരിയാസ്. ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചില ഏരിയകളുണ്ട് അല്ലേ. ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയകളുണ്ട്. ആ ഏരിയകൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഒരു 5-6 വർഷം മുന്നേ മുതൽ ചോദിച്ചു, ഫോർ എക്സാമ്പിൾ ഒരു 2020 മുതലെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് വെച്ചിട്ട് GDയുടെ മാത്രമല്ല ബാക്കി ഇപ്പോൾ CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഇങ്ങനത്തെ പരീക്ഷകളുടെ എല്ലാം GK പേപ്പർ മെയിനായിട്ട് മാത്സിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ്റെ ലെവലിൽ ഒരു വ്യത്യാസം വരിക. പക്ഷേ GK ഒക്കെ വരുമ്പോൾ ഏത് എക്സാം ആണെങ്കിലും GK ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ചോദിക്കുക. CGLന് ചിലപ്പോൾ ഒരു +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയാസ് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ, ഒരു കോഴ്സോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മോക്ക് പ്ലാറ്റ്ഫോം വല്ലതും എടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ ദിശയ്ക്ക് തന്നെ മോക്ക് കിട്ടും, നിങ്ങൾക്ക് മോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ മോക്ക് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയറിലെ കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക. അങ്ങനെ കുറച്ച് നിങ്ങൾ ഉത്തരം പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനുകൾ നോക്കുക GKയുടെ. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇവിടെ നിന്ന് ഇത് പഠിക്കണം. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാവുന്നത് എങ്ങനെയാണ്?
പ്രീവിയസ് ഇയറിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ. കാരണം ഇത്രയും സബ്ജക്റ്റുകൾ ഒരു വ്യക്തിയെ കൊണ്ട് ഒറ്റയ്ക്ക് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അത് ആരെ കൊണ്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ഏരിയാസ് കണ്ടുപിടിച്ച് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് മേടിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. കാരണം മറ്റൊന്നുമല്ല, അവർ ഉറപ്പായിട്ടും അവരുടെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സയൻസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കണം എന്തൊക്കെ പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ സേഫാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം എക്സാം ഉണ്ടോയെന്ന്. ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും എക്സാം അടുത്ത് വരാൻ പോകുന്നത് ജാനുവരിയിലായിരിക്കും. 2026 ജാനുവരി അല്ലെങ്കിൽ 25 ഡിസംബർ ആ ഒരു സമയത്താണ് നമുക്ക് അടുത്ത എക്സാം വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഓർത്തോളുക, 2-3 മാസം കൊണ്ട് നമ്മൾക്ക് ക്ലിയർ ചെയ്യാമെന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞ വർഷം മുതലേ പഠിച്ചു വരുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇന്ന് മുതൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് 2-3 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമെന്ന് കുറേ ആൾക്കാർക്ക് പറ്റും കേട്ടോ. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കുട്ടികൾ അങ്ങനെ നേടുന്നുണ്ട്. പക്ഷേ എല്ലാവരെ കൊണ്ടും അത് പറ്റണമെന്ന് നിർബന്ധമില്ല. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എളുപ്പമുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടില്ലേ? അങ്ങനെ മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും കിട്ടും, ഇതിനൊരു പ്രത്യേകതയും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് എഫേർട്സ് ഇടണം, നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കണം, നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് നേടാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ ആവുന്നത്, ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സബ്ജക്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു NCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ലൂസൻറ്റ് GK എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബുക്കാണ് തരുൺ ഗോയൽ ഇംഗ്ലീഷ്, തരുൺ ഗോയലിൻ്റെ GK ബുക്ക്. തരുൺ ഗോയലിൻ്റെ GK ബുക്കുണ്ട്. ലൂസൻറ്റിനെക്കാളും കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ തരുൺ ഗോയലിൻ്റെ ബുക്കിലുള്ളത്. ഈ 2 ബുക്കുകളും അത്യാവശ്യം ഇറർ ഫ്രീ ആണ്, വലിയ രീതിയിൽ തെറ്റുകളൊന്നും ഇല്ലാത്ത ബുക്കുകളാണ്. പക്ഷേ എല്ലാ പബ്ലിക്കേഷൻ്റെയും ബുക്കുകൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ ഇവിടെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി. ഓക്കെ, ഇത് നമ്മുടെ റിസൾട്ടാണ് കേട്ടോ. ഈ വർഷം മാത്രം നമ്മുടെ GD എക്സാമിന് ജോലിയിലേക്ക് എത്തിയവരാണ്, ഫിസിക്കലി കൂടെ ക്വാളിഫൈ ചെയ്തവരാണ്. അതല്ല നമ്മുടെ തിയറി എക്സാം മാത്രം ക്വാളിഫൈ ചെയ്ത 100-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഫിസിക്കലിലേക്ക് വരിക. ഫിസിക്കലിലേക്ക് വരുമ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലി നമ്മൾ വളരെ പറയുമ്പോൾ ജസ്റ്റ് ഓടുന്നതാണെങ്കിലും ഫിസിക്കലിന് പോകുമ്പോൾ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതി നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് ഉണ്ട്, കുഴപ്പമില്ല, ഞാൻ എന്തായാലും നേടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് ആ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ, ആൻസർ കീ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുന്നത്, ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ആ കോൺഫിഡൻസോട് കൂടി ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, ഈ അവസാനം ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫിസിക്കലിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പ് വേണം, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്കുണ്ട്, എനിക്ക് അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും, ഞാൻ ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആൻസർ കീ വരുന്നു, നിങ്ങൾ ചെക്ക് ചെയ്യുന്നു, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കലിന് ഫെയിൽ ആവുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതൽ. ഇപ്പോൾ റിസൾട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാണും, നമുക്കൊരു 117-ൽ കൂടുതൽ കുട്ടികൾ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് നോക്കുമ്പോൾ. അതിനകത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഫിസിക്കലി ക്ലിയർ ചെയ്ത് ജോലിയിലേക്ക് വന്നത്. പക്ഷേ ഫിസിക്കലി നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ബാലികേറ മറയൊന്നുമല്ല, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും. പക്ഷേ നമുക്ക് ആ പ്രാക്ടീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രാക്ടീസ് എങ്ങനെ ഉണ്ടാവും? പ്രാക്ടീസ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക, എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കട്ട് ഓഫിൻ്റെ അടുത്ത് മാർക്കുണ്ട്,
ചിലപ്പോൾ ഞാൻ കിട്ടും കയറും, ചിലപ്പോൾ കയറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്താ, നമുക്ക് ഡെയിലി രാവിലെ 5 മണിക്ക് എണീറ്റ് ഓടാൻ പോകാൻ തോന്നില്ല അല്ലേ? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനി അഥവാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഫിസിക്കലിനുള്ളത് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ലെങ്കിലോ, അങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കുറയും. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മാർക്ക് വാങ്ങണമെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ സബ്ജക്റ്റുകളും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ ദിശയുടെ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദിശ പുതിയ SSC GDയുടെ ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈവായിട്ട് 220 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 300 മണിക്കൂറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിജയം ഉണ്ടാക്കി കൊടുത്ത റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ഈ കുട്ടികളെ പഠിപ്പിച്ച റെക്കോർഡഡ് ക്ലാസ്, അത് നിങ്ങൾക്ക് അതുപോലെ ഷെയർ ചെയ്ത് തരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 220 മണിക്കൂറിൽ കൂടുതൽ, മിനിമം 220 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ബേസിക് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം തരും. ഓക്കെ, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഏകദേശം 520 മണിക്കൂറിൽ കൂടുതൽ, ഏകദേശം 600 മണിക്കൂറോളമുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ക്ലാസ്സുകളുടെ എല്ലാം തന്നെ PDF നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവിലെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ആവേശം തോന്നുന്നു, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, ഒരു 5 ദിവസം കാണുന്നു, അതിനുശേഷം ചിലപ്പോൾ നിങ്ങളൊരു കല്യാണം വന്നു, അല്ലെങ്കിൽ തിരക്കായി, നിങ്ങൾ കോഴ്സ് കാണാതെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും അല്ലേ? അപ്പോൾ ഒരു 5 ദിവസത്തെ ക്ലാസ് പോയതിന് ശേഷം പിന്നെ നമുക്കത് പിന്നെ തിരിച്ച് വന്ന് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു മടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഓൺലൈൻ കോഴ്സിൻ്റെ പൊതുവിലെ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവർ നമ്മളെ പഠിച്ചോ എന്ന് ചോദിക്കും. ഇവിടെ നിങ്ങളോട് പഠിച്ചോ എന്ന് ചോദിക്കാൻ ആളില്ല എന്നുള്ളൊരു പ്രശ്നമാണ് എല്ലാ ഓൺലൈൻ കോഴ്സുകൾക്കും ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ 1-to-1 മെൻറ്റർഷിപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് 1-to-1 മെൻറ്റർഷിപ്പ്? 1-to-1 മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മെൻറ്ററിനെ തരികയാണ്. അയാൾ മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങോട്ട് വിളിച്ച് പഠിച്ചോ, എവിടെ എത്തി, ഏതൊക്കെ വീഡിയോസ് കണ്ടു എന്ന് ചോദിച്ച് നിങ്ങൾ അഥവാ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഏതെങ്കിലും ക്ലാസ്സുകൾക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് പോയി എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ, നിങ്ങൾക്കൊരു സഹായം ചോദിക്കാൻ. ഇനി അതുമല്ല, നിങ്ങൾക്കൊരു 2 പ്രോബ്ലം പുതിയത് ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്തപ്പോൾ കിട്ടി, അതിൻ്റെ സംശയം ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾ എല്ലാം തീർത്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ഈ മെൻറ്റർ നിങ്ങളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1-to-1 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. 1-to-1 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുറച്ച് ആൾക്കാർ എക്സാം പാറ്റേൺ ചോദിക്കുന്നുണ്ട്. എക്സാം പാറ്റേൺ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു പ്രാവശ്യം പറയാം. നമ്മൾക്ക് എക്സാമിന് മൊത്തം വരുന്നത് 80 ചോദ്യങ്ങളാണ്. 80 ചോദ്യത്തിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 20 ചോദ്യം, ജനറൽ നോളേജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 ചോദ്യം, മാത്തമാറ്റിക്സിൽ നിന്ന് 20 ചോദ്യം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യം. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ചാണ്. അപ്പോൾ മൊത്തം 40 മാർക്കാണ് ഓരോ സെഷനും വരിക. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ ഈ 4 ഏരിയയിൽ നിന്നും കൂടെ നമുക്ക് 160 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 160 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും സബ്ജക്റ്റുകളും നമ്മുടെ 1-to-1 മെൻറ്റർഷിപ്പിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദിശയുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. 8075753676 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന് കണ്ടുപിടിച്ച് അത് പഠിക്കണം. ഏറ്റവും കൂടുതൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കി അത് പഠിക്കുക. അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ടറുകൾ പഠിക്കുക. ഓക്കെ, അത്രയും പറഞ്ഞു. എന്നാൽ നമുക്കിനി എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സബ്ജക്റ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GKയിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന് നമുക്കറിയണം. അപ്പോൾ സ്റ്റാറ്റിക് GKയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ചോദിക്കും. അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
തീംസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ്, അല്ലെങ്കിൽ 2025 വേൾഡ് എയ്ഡ്സ് ഡേയുടെ തീം എന്തായിരുന്നു. ഇങ്ങനെ തീമും കൂടെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തീമും കൂടെ നമ്മളോട് ചോദിക്കും. 2 ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കും. ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകൾ, നമ്മളിപ്പം ജവഹർലാൽ നെഹ്റു എഴുതിയ ബുക്ക്, അല്ലെങ്കിൽ ഗാന്ധിജി എഴുതിയ ബുക്ക്, ശശി തരൂർ എഴുതിയ ബുക്ക്, ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബുക്കിന് അവാർഡുകൾ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബുക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ബുക്കുകൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് എന്തെങ്കിലും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നിന്ന് നമുക്കൊരു അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ സ്പോർട്സ്, പൊളിറ്റിക്സ്, സയൻസിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ ചോദിക്കും. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ള, ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ജയിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് മരിച്ചുപോയ ആൾക്കാർ. ബുക്കിൻ്റെ കാര്യമാണെങ്കിലും റീസെൻ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബുക്കുകളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഇത് പഠിക്കാം കേട്ടോ. ഞാൻ നീങ്ങി നിന്ന് തരാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ കറൻസീസും ക്യാപിറ്റൽസും, ഓരോ കൺട്രിയും എടുക്കുക. ആ കൺട്രിയുടെ കറൻസിയുടെ പേരെന്താണ്, അതുപോലെ തന്നെ കൺട്രിയുടെ ക്യാപിറ്റൽ എന്താണ്. ഇപ്പോൾ കറൻസിയുടെ പേരെന്ന് ഇന്ത്യക്കാണെങ്കിൽ റുപ്പീസ് ആണ്, ഖത്തറിലാണെങ്കിൽ എന്താണ്, റിയാലാണ് അല്ലേ. അങ്ങനെ ഓരോ കൺട്രിയും അതിൻ്റെ കറൻസിയുടെ പേര്, ഇപ്പോൾ ദുബായ് ആണെങ്കിൽ ദർഹമാണ്, അങ്ങനെ കറൻസിയുടെ പേര്, അതുപോലെ തന്നെ ആ കൺട്രിയുടെ ക്യാപിറ്റൽ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ UN, WHO പോലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്, ആ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. അവർക്ക് എന്തെങ്കിലും മോട്ടോ ഉണ്ടെങ്കിൽ ആ മോട്ടോ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മസ്കോട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആ സിമ്പിൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇന്ത്യൻ സൂപ്പർലേറ്റീവ്സ്, അതായത് ഹയസ്റ്റ്, ലോങ്ങസ്റ്റ്, ലാർജസ്റ്റ്, ഫസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ത്യയിൽ ആദ്യം ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ്, ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മല ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. പിന്നെ ഫോക്ക് ഡാൻസുകളുണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് ഇന്ത്യൻ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും, നാഷണൽ പാർക്കുകളിൽ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്സ്, ഡാമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഓഷ്യൻസ്, കോണ്ടിനെൻസ്, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക്കയിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മ്യൂസിഷ്യൻസ് വരും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരും, ഡാൻസേഴ്സ് വരും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ സ്ട്രാറ്റജിക്കയിൽ? സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക്ക് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ്. കാരണം കറണ്ട് അഫെയർ എങ്ങനെ പഠിക്കണം, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കണോ, കമ്പൈലേഷൻസ് ഉപയോഗിക്കണോ, ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ എടുത്ത്, ന്യൂസ് പേപ്പർ ഇപ്പോൾ ഹിന്ദുവോ അങ്ങനത്തെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ നല്ലോണം വായിക്കുന്നത് പറയുമ്പോൾ അതിനകത്ത് ഈ സ്പോർട്സിൻ്റെ പേജിനും അതുപോലെ തന്നെ അവാർഡ്സൊക്കെ, ഇൻ്റർനാഷണൽ ന്യൂസിൻ്റെ പേജിനും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആവുകയും നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കുറച്ചും കൂടെ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ സമയം ഒരു പ്രശ്നമാണ് അല്ലേ. എല്ലാവരെ കൊണ്ടും ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അതിന് ഒരുപാട് സമയമെടുക്കും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കമ്പൈലേഷൻസ് ഉപയോഗിക്കാം. വീക്ക്ലി കമ്പൈലേഷൻസ് കിട്ടും, മന്ത്ലി കമ്പൈലേഷൻസ് കിട്ടും. ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്കത് പൈസയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ കമ്പൈലേഷൻസ് പഠിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു
നിങ്ങളുടെ എക്സാം എപ്പോഴാണോ നടക്കുന്നത് അതിന് 1 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ മുതൽ മിനിമം പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. SSC എക്സാമുകൾക്ക് ചിലപ്പോൾ 2 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ പോലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. എന്നാലും 1 വർഷത്തിനകത്തുള്ള കാര്യങ്ങൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GK അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കൊന്നും എനിക്ക് സമയമില്ല, എനിക്കിങ്ങനെ അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി മറ്റൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിശയുടെ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. മിസ്സേ യൂട്യൂബ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? യൂട്യൂബ് മാത്രം യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റണം. അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് ഇപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി തന്നെ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ ക്ലാസ് തന്നാൽ പോലും അരമണിക്കൂറിൻ്റെയോ 1 മണിക്കൂറിൻ്റെയോ സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ സെഷൻ. പക്ഷേ നമ്മൾ കോഴ്സ് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി മിനിമം 2 മണിക്കൂറിൻ്റെ ക്ലാസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ അത് അന്വേഷിച്ച് നടക്കണം, നിങ്ങൾക്കത് ചോദിക്കാൻ വേണ്ടി ഒരു മെൻറ്ററിനെ കിട്ടും. അങ്ങനെയുള്ള സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ ക്ലാസ് റൂമുകളിൽ തന്നെ ആയിരിക്കും. യൂട്യൂബ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബ് ഉപയോഗിച്ച് പഠിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ ഒരു കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി നിങ്ങളും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇടണം. ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ ആ എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് ഫാക്കൾട്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണ്ടുപിടിക്കും, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അതെല്ലാം ചെയ്തു തരുന്ന ആരാണ്? ഫാക്കൾട്ടീസാണ്. നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരികയാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളോട് ഇതൊക്കെ പഠിക്കുമെന്ന് പറയുക. പക്ഷേ നിങ്ങൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ നിങ്ങൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. ബേസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബേസ് ഇപ്പോൾ മാത്സിൻ്റെ ട്രിക്കുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇടേണ്ട എഫേർട്സ് കുറച്ച് കൂടുതൽ, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടിയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സമയവും കുറച്ചുകൂടെ കൂടുതൽ എഫേർട്സും നിങ്ങൾ ഇടേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ യൂട്യൂബ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരു കോഴ്സും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞു തരാം. നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. ഇനി അതല്ല, നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് കേട്ടോ. അതും ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യും. മാക്സിമം സപ്പോർട്ട് തരും. പിന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓൺലൈനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലുള്ള കുട്ടികളോട് കുറച്ച് എക്സ്ട്രാ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ കയ്യിൽ നമ്മൾ പൈസ വാങ്ങിയിട്ടില്ലേടാ, അവരുടെ കയ്യിൽ നമ്മൾ പൈസ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡെയിലി അവരുടെ ക്ലാസ് കൊടുക്കുക, അവരുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അത് ജോലിയുടെ ഭാഗമാണ്, നമുക്കത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ശേഷം വരുന്ന സമയം കണ്ടെത്തിയിട്ട് എക്സ്ട്രാ ടൈം ഇരുന്നിട്ട് രാത്രി വർക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഫാക്കൾട്ടീസ് യൂട്യൂബിലത്തേക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. വളരെ ചെറിയ ഫീസിനാണ് നമ്മൾ ഈ കോഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം തരണമെന്നുള്ളതൊരു കൺസേൺ ആണല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ എമൗണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അല്ലാതെ വലിയൊരു എമൗണ്ടിന് വലിയൊരു കോഴ്സ് അങ്ങനെയല്ല, വലിയ കോഴ്സാണ്. 600 മണിക്കൂറോളം ക്ലാസ് വരുന്ന വലിയ കോഴ്സാണ്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ 1 മണിക്കൂറത്തെ ക്ലാസ്സിന് 100 രൂപ പോലും നിങ്ങൾക്ക് ചിലവാകാത്ത അത്രയും ചെറിയൊരു ഫീസിനാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. GK നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ GK റിവിഷൻ ചെയ്യണം. ഡെയിലി റിവിഷൻ ചെയ്യണം. നിങ്ങൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിവസം
ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ശേഷം മാത്രമേ പുതിയ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഡെയിലി റിവിഷൻ, തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹാൻഡ് റിട്ടേൺ നോട്ട്സ് എത്ര PDF കിട്ടിയാലും നമ്മൾ മനസ്സിലാക്കി നമ്മൾ എഴുതുന്ന നോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നോട്ടുകളൊക്കെ ഉണ്ടാക്കാനും ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണിത്. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കി, പടം വരച്ചിട്ട് മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കി പഠിക്കാം. ഇതൊക്കെ നിങ്ങളെ റിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഡെയിലി റിവിഷൻ നടത്തുക. അതിനോടൊപ്പം തന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വീക്ക്ലി റിവിഷൻ നടത്തുക. റിവിഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ചെറിയ ചെറിയ ടെസ്റ്റുകൾ എഴുതി നോക്കാം. ചെറിയ ചെറിയ ടെസ്റ്റുകൾ, നിങ്ങൾ പഠിച്ച പോർഷനിൽ നിന്നും ചെറിയ ചെറിയ ടെസ്റ്റുകൾ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിച്ച് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ ഒരു 2-3 മാസം ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും മോക്കുകൾ എഴുതി തുടങ്ങണം, മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങണം. സെക്ഷണൽ മോക്ക് എഴുതിയാൽ മതി കേട്ടോ. സെക്ഷണൽ മോക്കുകൾ എഴുതുക, സെക്ഷണൽ മോക്കുകൾ എഴുതുക GKയുടെ. അപ്പോൾ സെക്ഷണൽ മോക്കുകൾ എഴുതിയതിന് ശേഷം നിങ്ങൾ പഠിച്ച ഓരോ ഏരിയയിൽ നിന്നും കാണുന്ന എക്സ്ട്രാ കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന സമയം കൊണ്ട് നമുക്ക് GK GSൽ നിന്ന് മാക്സിമം മാർക്ക് SSC GD എക്സാമിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ കൊണ്ടും ഇത് സാധിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല. നമ്മളെപ്പോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികളാണ് ഈ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. സോ ഹാപ്പി ലേണിംഗ്, നല്ലോണം പഠിക്കുക. ബൈ.